ഹലോ ഗുഡേസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെ എല്ലാവരും ഇപ്പൊ മാത്സിലെ ഓരോ കാര്യങ്ങളും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് മാത്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഫ്രാക്ഷൻസ് അല്ലെ. ഇപ്പൊ ഫ്രാക്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫ്രാക്ഷൻസിന്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ അതിൽ ആദ്യം ബേസിക് ആയിട്ട് നമ്മളിപ്പോ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്പേഴ്സിന്റെ അഡിഷൻ ആയിരിക്കും നിങ്ങൾ ആദ്യം പഠിക്കുക. ഇപ്പൊ നമ്പേഴ്സിലെ ഫ്രാക്ഷൻസ് കുറച്ച് പ്രത്യേകതയുള്ള ആൾക്കാരാണ് അല്ലെ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ വെച്ച് എഴുതുന്നത് തന്നെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്നൊക്കെ പറയുക. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിന്റെ അഡിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവും. 2/5 + 2/5 രണ്ടും ഒരേ ഫ്രാക്ഷൻ ആണ് അല്ലെ, സെയിം ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ തന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അയ്യോ ഇതെന്താ ഉത്തരം വരിക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രാക്ഷൻസിലെ ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ, മുകളിലും താഴെയുള്ള നമ്പർ, അതാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററെയാണ്. ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കാം. ആണല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ഡിനോമിനേറ്ററും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ ഉത്തരത്തിലെ ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ന്യൂമറേറ്റർ കിട്ടാൻ ഈ മുകളിലുള്ള ആ ആൾക്കാര്, മുകളിൽ ആരൊക്കെയാ ഉള്ളത്, 2ഉം 2ഉം അല്ലെ, ആ മുകളിലുള്ള ആൾക്കാരെ മാത്രം എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 2 + 2 എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ 4 അല്ലെ. അപ്പൊ 4/5 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് എന്റെ മക്കളെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു പ്രോബ്ലം നോക്കിക്കാൻ നിങ്ങൾ, ഡിനോമിനേറ്റർ വരുന്നത് ആരാണ്, 8 അല്ലെ. അപ്പൊ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ആൻസറിലും 8 തന്നെ വരും. നിങ്ങൾ ആരെ മാത്രം കൂട്ടിയാൽ മതി, ന്യൂമറേറ്റേഴ്സ്. അപ്പം 3ഉം 3ഉം ആഡ് ചെയ്താൽ എത്ര വരടാ, 6 എന്ന് വരും. 6/8 is the answer. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം. ഇനി അടുത്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞ മക്കള്, 1/3 + 2/4. പെട്ടെന്ന് നോക്കുമ്പോ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാൻ പറ്റാം? ഒന്നുകിൽ ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റാം, ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ആ വേർഡിൽ തന്നെ ഉണ്ടടാ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ന്യൂമറേറ്ററിൽ എഴുതാനുള്ള നമ്പേഴ്സ് ആയിട്ട് 1ഉം 4ഉം ക്രോസ് ആയിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 1 × 4 എത്ര വരും, 4 പ്ലസ് അടുത്ത നമ്പേഴ്സുകൾ ആരൊക്കെയാന്ന് നോക്കിക്കേ. അടുത്ത നമ്പേഴ്സുകൾ ആരാ, 2ഉം 3ഉം അല്ലെ. ഈ 2ഉം 3ഉം ഇനി എന്ത് ചെയ്യാം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 എത്രയാടാ, 6 എന്ന് വരും അല്ലെ. ഇനി ഡിനോമിനേറ്ററിൽ നമ്മളെ നമ്പർ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ ഡിനോമിനേറ്ററിലെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരൂടാ, 12. കണ്ടോ? ഇനി നോക്കിയാൽ മുകളിലുള്ള 4ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 10, ബാക്കി താഴെയുള്ള 12. അപ്പൊ 10/12 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കണം. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇനി ഈ ഒരു പ്രോബ്ലം കൂടെ നോക്കിക്കുക എന്റെ മക്കളെ. ഇതും നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതി ചെയ്യണം. കാരണം എന്താ, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണല്ലേ, സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് 2 × 6 ചെയ്താൽ എത്ര വരൂടാ, 2 × 6 എത്ര വരും, 12 അല്ലെ. അടുത്ത ക്രോസ് മൾട്ടിപ്ലിക്കേഷനുള്ള ആളെ നോക്കിക്കഴിഞ്ഞ മക്കള്, അടുത്ത ആരാ, 1ഉം 5ഉം കൂടെ ഞാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 5 എത്രയാ, 5. രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം നമുക്ക് അഡിഷൻ ആണല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇനി ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലെ രണ്ടാളെ എന്താക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 6 എത്ര വരൂടാ, 30. ഇനി എന്ത് ചെയ്യാ, 12ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 17ഉം ഡിനോമിനേറ്റർ 30 അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ എത്രയാ, 17/13. അപ്പൊ ഈ രീതിയിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തണം. എപ്പോ, ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസും ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത ഫ്രാക്ഷൻസും നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതാ ഈ ഒരു ബോർഡിൽ കാണുന്ന ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തിട്ട് നമ്മളെ ചാറ്റ് ബോക്സിൽ അതിനുള്ള ആൻസർ വന്നിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് ടഫ് ആയിട്ട് തോന്നുന്നത്, ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് പോർഷൻസ് ആണോ എന്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ട് വേണ്ടത്, അത് മക്കൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ പറയാട്ടോ. അപ്പൊ മക്കളുടെ ഡൗട്ടിന്റെ ക്ലിയറിംഗ് സെക്ഷനുമായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.